ചെല്ലാനം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 36,13,10,338 രൂപയുടെ പ്രതീക്ഷിത വരുമാനം കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ബജറ്റ് ലക്ഷ്യം വെക്കുന്നത്. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷ ബജറ്റ് പ്രസിഡന്റ് കെ.എൽ. ജോസഫിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് മേരി സിംല അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെങ്കിലും ചില മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ബജറ്റ് അനുവാദ പ്രകാരമുള്ള വികസന ഫണ്ട് കേന്ദ്ര, സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലത്തിൽ നിന്നുമുള്ള ഫണ്ടുകളും കൂടാതെ മറ്റ് ഏജൻസികളിൽ നിന്നുമുള്ള ഫണ്ടുകളടക്കം 36,13,10,338 രൂപയുടെ പ്രതീക്ഷിത വരുമാനത്തിലാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 31,50,32,250 രൂപ ചിലവ് ഉൾപ്പെടുത്തിയ ബജറ്റിൽ 3,78,8,088 രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മേരി സിംല അവതരിപ്പിച്ചത്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചതും ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ ഇവിടെ ഭരണസമിതിയിൽ നിന്നുള്ള എല്ലാവരുടെയും തന്നെ അവരുടെയൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളിത് ഇനിയിപ്പോൾ അംഗീകരിക്കാൻ വെക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ഈ ബഡ്ജറ്റ് പ്രകാരമാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് പദ്ധതി, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ ലൈഫിൽ അപേക്ഷ വെച്ചിട്ടുള്ളവർക്ക് അവർക്ക് കൂടുതൽ നല്ലൊരു ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ 9.5 കോടി രൂപയാണ് അവരിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നല്ലൊരു ഫണ്ട് നമ്മളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ വളർന്നു വരുന്ന യുവാക്കളും, അതായത് ഈ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ ഒരു തീം എന്ന് പറയുന്നത് ബാല കൗമാര യുവ സൗഹൃദമായൊരു പഞ്ചായത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവർക്ക് ജോലി സാധ്യതയുള്ള കാര്യങ്ങളും തൊഴിൽ നിപുണതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ 2025-26 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചി നഗരത്തിന്റെ ഒരു തീരദേശ ഗ്രാമവും പ്രാന്തപ്രദേശവുമാണ് ചെല്ലാനം. പടിഞ്ഞാറ് അറബിക്കടലിന്റെ അതിർത്തിയിൽ ഏകദേശം 17 കിലോമീറ്റർ നീളമുള്ള ഈ ഗ്രാമം മറവക്കാട്, ചാളക്കടവ്, കണ്ടക്കടവ്, പുത്തന്തോട്, കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ് എന്നിവയുൾപ്പെടെ നിരവധി ചെറിയ സമൂഹങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളായ കടലേറ്റം, കിഴക്ക് നിന്നുള്ള ഓരുവെള്ളക്കയറ്റം, ശുദ്ധജല വിതരണത്തിലുള്ള അപാകത, മാലിന്യ സംസ്കരണം, കെട്ടിടങ്ങൾക്കുള്ള പെർമിറ്റ് തുടങ്ങിയ വിഷയങ്ങളെ മുൻനിർത്തി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ രൂപീകരിക്കേണ്ടതാണ്. എന്നാൽ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തി. വിശദമായ ചർച്ചകൾക്കും തിരുത്തലുകൾക്കും ശേഷം ഭരണപക്ഷം കൈയടിച്ച് ബജറ്റ് പാസാക്കി. സെക്രട്ടറി ശ്രീലത ജിയും ഭരണസമിതി അംഗങ്ങളും ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി അങ്ങോട്ട് പോയി. അതിന് യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കളും ഉണ്ടായില്ല. അതുപോലെ നമ്മളുടെ ഇവിടെ ഏറ്റവും അത്യാവശ്യമായി വരുന്നത് ഇപ്പോൾ കടൽ കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള മണൽ വാടകയ്ക്കുള്ള ഫണ്ടുകളൊക്കെ എല്ലാം വളരെ കുറവായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റ് ഫണ്ടുകൾ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച ഫണ്ടുകൾ തന്നെ മറിച്ചും തിരിച്ചുമിട്ട് ഒരെണ്ണത്തിൽ കുറച്ച് അടുത്തതിൽ കൂട്ടി ആ ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റുമായി ഒരു വ്യത്യാസവുമില്ല. അതേ ഫണ്ടും അതേ ടോട്ടൽ തുക അത് തന്നെ. നെൽകൃഷിയെ പ്രോത്സാഹിക്കേണ്ട സമയത്ത് അതിന് ഒരു മുൻതൂക്കം ഇതുവരെ കൊടുത്തിട്ടില്ല. അതാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു തുക തീരെ കുറവാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത് തന്നെ. എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പാടശേഖരങ്ങളുടെ നടുക്കാണ് എൻ്റെ വാർഡ്. ആ വാർഡ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് ഈ 4 വർഷത്തിന് ഉള്ളിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ നിന്നവരും അതേപോലെ എൻ്റെ വാർഡ് അംഗങ്ങളും ഇഷ്ടംപോലെ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ ഫുഡ് ഉണ്ടാക്കാനായിരിക്കും, അവർക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ടും ഇപ്പോഴും ഈ നിമിഷം വരെ ബുദ്ധിമുട്ടിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്